ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. ആദരണീയരായ അൽ ഹിക്മ ദർസെ ഹദീസിലെ പഠിതാക്കളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇമാം നവവിയുടെ റിയാദുസ് സാലിഹീൻ എന്ന വിശ്വപ്രസിദ്ധ ഗ്രന്ഥത്തിലെ 71-ാമത്തെ അധ്യായത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വിനയം എന്നതാണ് ഈ അധ്യായത്തിന്റെ ശീർഷകം എന്ന് നേരത്തെ നമ്മൾ മനസ്സിലാക്കിയതുമാണ്. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് വളരെ ചെറിയ ഒരു ഹദീസാണ്. അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു അനിൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ ലൗ ദുഈതു ഇലാ ദിറാഇൻ ഔ ഖുറാഇൻ ല അജബ്തു വലൗ ഉഹ്ദിയ ഇലയ്യ ദിറാഉൻ ഔ ഖുറാഉൻ ലഖബിൽതു. റവാഹുൽ ബുഖാരി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ലളിത ജീവിതവും വിനയവും പരസ്പര സൗഹാർദ്ദം നിലനിർത്തുന്നതിന് റസൂൽ നൽകിയ പ്രാധാന്യവുമൊക്കെ വ്യക്തമാക്കുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ചെറിയ വചനമാണ് ഇത്. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു ഹദീസാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളോട് പറയുന്നത്, ഒന്നാമതായിട്ട് പറയുന്നത്, ലൗ ദുഈതു, ഞാൻ ക്ഷണിക്കപ്പെടുകയാണെങ്കിൽ, എന്നെ ആരെങ്കിലും ക്ഷണിക്കുകയാണെങ്കിൽ, ഇലാ ദിറാഇൻ, ഒരു ദിറാഇലേക്ക്, ഔ ഖുറാഇൻ, അല്ലെങ്കിൽ ഖുറാഇലേക്ക്. ദിറാ, ഖുറാ. ല അജബ്തു, തീർച്ചയായിട്ടും ഞാൻ ആ ക്ഷണം സ്വീകരിക്കും എന്നാണ് ആദ്യ ഭാഗത്ത് പറയുന്നത്. പിന്നെ തുടർന്നുള്ള ഭാഗത്ത് പറയുന്നത്, വലൗ ഉഹ്ദിയ ഇലയ്യ, എനിക്ക് ഹദിയയായിട്ട് നൽകപ്പെടുകയാണെങ്കിൽ, ആരെങ്കിലും ഹദിയ, സമ്മാനം തരികയാണെങ്കിൽ, എന്താണ് സമ്മാനം? ദിറാഉൻ, ഒരു ദിറാ, ഔ ഖുറാഉൻ, അല്ലെങ്കിൽ ഒരു ഖുറാ, ആരെങ്കിലും സമ്മാനമായിട്ട് തരികയാണെങ്കിൽ, ലഖബിൽതു, തീർച്ചയായിട്ടും ഞാനത് സ്വീകരിക്കും. അപ്പൊ ഇതിൽ ആവർത്തിച്ചു വന്ന വാക്ക് ദിറാ, ഖുറാ, 2 തവണ ആവർത്തിച്ചു വന്നത് കാണാൻ സാധിക്കും. അപ്പൊ എന്താണ് ദിറാ? ആടിന്റെയോ മാടിന്റെയോ ഒട്ടകത്തിന്റെയോ ഒക്കെ മുന്നിലുള്ള കാലിന്റെ ഭാഗത്തിനാണ് ദിറാ എന്ന് പറയാം. നല്ല മാംസമുള്ള, രുചികരമായ മാംസമുള്ള ഭാഗമാണ് ദിറാ. കുറക് എന്നോ തുട എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഭാഗമാണ് ദിറാ. ഖുറാ എന്ന് പറയുന്നത് ഈ മൃഗങ്ങളുടെ കാലിന്റെ പാദത്തോട് ചേർന്ന് നിൽക്കുന്ന, കുളമ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ് ഖുറാ. സാധാരണയായിട്ട് നേരത്തെ പറഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായി, ദിറായിൽ നിന്ന് വ്യത്യസ്തമായി, മാംസം വളരെ കുറഞ്ഞ, ആളുകൾ വേണ്ടത്ര പ്രാധാന്യം കൊടുക്കാത്ത, ആളുകൾ ഒഴിവാക്കുന്ന ഒരു ഭാഗമാണ് ഈ ഖുറാ എന്ന് പറയുന്നത്. അപ്പൊ ഇത് 2 അവസ്ഥകളെ, ആദ്യ ഭാഗത്ത് ദിറായിലേക്കോ ഖുറായിലേക്കോ ആരെങ്കിലും എന്നെ ക്ഷണിച്ചാൽ ഞാൻ ആ ക്ഷണം സ്വീകരിക്കും എന്നതാണ്. അപ്പൊ അത് 2 തരത്തിലുള്ള സദ്യകളുടെ ഒരു പ്രതീകമായിട്ട് നമുക്ക് കണക്കാക്കാൻ പറ്റും. ദിറാ നല്ല മാംസമുള്ള, അല്ലെങ്കിൽ നല്ല വിഭവസമൃദ്ധമായ, പലതരത്തിലുള്ള വിഭവങ്ങളുള്ള ഒരു വിരുന്ന് എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ ഉള്ള വിരുന്നിലേക്ക് ആരെങ്കിലും എന്നെ ക്ഷണിച്ചാൽ ആ ക്ഷണം ഞാൻ സ്വീകരിക്കും. അതുപോലെ തന്നെ ഖുറായിലേക്ക് ക്ഷണിച്ചാൽ, എന്ന് വെച്ചാൽ അത്ര വലിയ സമ്പന്നനൊന്നുമല്ല, നാട്ടിലെ സാധാരണക്കാരനായ ഒരാൾ നടത്തുന്ന ഒരു സാധാരണ വിരുന്ന്, അതിലേക്ക് ആരെങ്കിലും എന്നെ ക്ഷണിച്ചാൽ, അങ്ങനെയുള്ള സദ്യയിലേക്ക്, വിരുന്നിലേക്ക് എന്നെ ക്ഷണിച്ചാൽ തീർച്ചയായിട്ടും ആ ക്ഷണവും ഞാൻ സ്വീകരിക്കും. ഇവിടെ യാതൊരു വിവേചനവും ഞാൻ കൽപ്പിക്കുകയില്ല എന്നതാണ് റസൂൽ ആദ്യ ഭാഗത്ത് പഠിപ്പിക്കുന്നത്. അതുപോലെ തന്നെ പിന്നെ പറയുന്നത്, ഇതുപോലെ ആരെങ്കിലും ഒരു ദിറാ, നല്ല രുചികരമായ മാംസമുള്ള ഭാഗം, ആടിന്റെയോ മാടിന്റെയോ ഒട്ടകത്തിന്റെയോ ഒക്കെ മാംസമുള്ള, നല്ല രുചികരമായ മാംസമുള്ള ആ ഭാഗം ആരെങ്കിലും എനിക്ക് ഹദിയയായിട്ട് തരികയാണെങ്കിൽ, അല്ലെങ്കിൽ അതിന്റെ കുളമ്പിന്റെ ഭാഗമാണ്, മാംസമൊന്നും ഇല്ലാത്ത ആ ഭാഗമാണ് ഒരാൾ എനിക്ക് ഹദിയയായിട്ട് തരുന്നതെങ്കിൽ, ലഖബിൽതു, തീർച്ചയായിട്ടും ഞാനത് സ്വീകരിക്കും എന്ന് റസൂല് പ്രഖ്യാപിക്കുകയാണ്.
അപ്പോൾ ഈ ഹദീസ് നമുക്ക് നൽകുന്ന ചില ധാർമ്മികമായ പാഠങ്ങളുണ്ട്. അതിലൊന്നാമത്തെ പാഠം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിനയമാണ്. ആര് ക്ഷണിച്ചാലും ആ ക്ഷണിച്ച ആൾ സമ്പന്നനാണോ അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം കിട്ടുന്ന ഒരു പരിപാടിയാണോ, ഇങ്ങനെയുള്ള വിവേചനമൊന്നുമില്ലാതെ ആര് ക്ഷണിച്ചാലും ആ ക്ഷണം സ്വീകരിക്കുക എന്ന നിലക്കുള്ള വിനയമാണ് റസൂലിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഗുണമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ പ്രവാചകനാണ്, നാട്ടിലെ ഭരണാധികാരിയാണ്, ജനനായകനാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നാട്ടിലെ പ്രധാനികളായ ആളുകൾ നടത്തുന്ന വിരുന്നിലേക്ക് ക്ഷണിച്ചാൽ അതിൽ പങ്കെടുക്കും. സാധാരണക്കാരായ ആളുകൾ നടത്തുന്ന വിരുന്നിലേക്ക് ക്ഷണിച്ചാൽ അതിലും പങ്കെടുക്കും എന്നത് വലിയൊരു പാഠമാണ് നമുക്ക് തരുന്നത്. പലരും അങ്ങനെയല്ല. പ്രധാനപ്പെട്ട ആളുകൾ, പണക്കാരായ ആളുകൾ, സ്വാധീനമുള്ള ആളുകൾ, സ്ഥാനമാനങ്ങളുള്ള ആളുകളൊക്കെ നടത്തുന്ന വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ അത് മാത്രം സ്വീകരിക്കുകയും സാധാരണക്കാരായ ആളുകളുടെ ക്ഷണം ഉപേക്ഷിക്കുകയും ചെയ്യുന്ന രീതിയൊക്കെ ചില ആളുകൾക്ക് ഉണ്ടാവാം. അപ്പം അതിനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഒരു സ്വഭാവത്തെയാണ് ഇവിടെ തെറ്റായിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്നത്. വിവേചനം പാടില്ല. സാധാരണക്കാരായ ആളുകൾ വിളിച്ചാലും നമ്മൾ അവരുടെ ക്ഷണം സ്വീകരിക്കണം എന്നതാണ് റസൂലിയുടെ പ്രധാനമായിട്ടും പഠിപ്പിക്കുന്ന ഒന്ന്. രണ്ടാമത്തെ പാഠമുള്ളത് മനുഷ്യരുടെ മനസ്സിനെ മാനിക്കുക എന്നതാണ്. സമ്മാനങ്ങൾ അല്ലെങ്കിൽ സൽക്കാരങ്ങൾ, അതിൻ്റെ സമ്മാനങ്ങളുടെയോ സൽക്കാരങ്ങളുടെയോ ഒക്കെ ഭൗതികമായ വലുപ്പമല്ല നമ്മൾ അളക്കേണ്ടത്, മറിച്ച് അത് നൽകുന്ന വ്യക്തിയുടെ സ്നേഹവും താല്പര്യവുമാണ് നമ്മൾ നോക്കേണ്ടത്. അപ്പോൾ ദരിദ്രനായ പാവപ്പെട്ട ഒരു മനുഷ്യൻ വളരെ സ്നേഹത്തോടു കൂടി ഒരു സമ്മാനം തരുമ്പോൾ നമ്മളത് അവഗണിച്ചാൽ അത് നിസ്സാരമായ സമ്മാനമായിരിക്കാം. അപ്പോൾ നമ്മളത് സ്വീകരിക്കാതിരുന്നു കഴിഞ്ഞാൽ അയാളെ സംബന്ധിച്ചിടത്തോളം അത് വലിയ വിഷമമുണ്ടാക്കുന്ന കാര്യമായിട്ട് വരും. അയാളുടെ മനസ്സിനെ അത് വേദനിപ്പിക്കും. അപ്പം അങ്ങനെ ഒരാളെ വേദനിപ്പിക്കാൻ പാടില്ല എന്നാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മറ്റുള്ള ആളുകളുടെ സ്നേഹത്തെ ആദരിക്കാൻ നമുക്ക് സാധിക്കണം എന്നതുകൂടി ഈ ഹദീസിൻ്റെ പാഠമാണ്. മൂന്നാമത്തെ പാഠം ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നതാണ്. ഹക്കുൽ മുസ്ലിമി അലൽ മുസ്ലിമി എന്നൊക്കെ പറയുന്ന മുസ്ലിമിൻ്റെ ഒരു ബാധ്യത എന്ന നിലക്ക് കൂടിയാണ് ക്ഷണിച്ചാൽ ക്ഷണം സ്വീകരിക്കുക എന്നതിനെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അത് ആര് ക്ഷണിച്ചാലും ആ ക്ഷണം സ്വീകരിക്കണം എന്നതിലേക്കാണ് നമ്മളിവിടെ പറഞ്ഞ ഹദീസ് സൂചന തരുന്നത്. അത് നമ്മൾ പരസ്പരം പുലർത്തേണ്ട ഒരു മര്യാദയാണ്, ബാധ്യതയാണ് എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. നാലാമത്തെ പാഠം സമ്മാനങ്ങൾ സ്വീകരിക്കുക എന്നതാണ്. പരസ്പരം സമ്മാനങ്ങൾ കൈമാറുന്നത് സൗഹാർദ്ദവും സ്നേഹവും ഒക്കെ വർദ്ധിപ്പിക്കാൻ ഉതകുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. തഹാദൗ തഹാബു, നമ്മൾ പരസ്പരം സമ്മാനങ്ങൾ കൊടുക്കുക, ഗിഫ്റ്റുകൾ കൊടുക്കുക, ഹദിയ കൊടുക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് പരസ്പര സ്നേഹം വർദ്ധിക്കും, സ്നേഹബന്ധങ്ങൾ ഊഷ്മളമാവും എന്നൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ സമ്മാനം പോലും ഹൃദയങ്ങളെ തമ്മിൽ അടുപ്പിക്കും എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ സ്ത്രീകളോട്, ലാ തഹ്കിറന്ന ജാറത്തുൻ ലിജാറത്തിഹ വലൗ ഫിർസിന ഷാത്തിൻ. ഒരു അയൽക്കാരിയും തൻ്റെ അയൽക്കാരിക്ക് നൽകുന്ന സമ്മാനങ്ങളെ നിസ്സാരമായിട്ട് കാണാൻ പാടില്ല. ഒരു ആടിൻ്റെ കുളമ്പാണ് കൊടുക്കുന്നതെങ്കിലും, എന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊരു കാര്യവുമില്ലാത്ത ആളുകൾ ഒഴിവാക്കുന്ന ആടിൻ്റെ കുളമ്പ് ആണ് കൊടുക്കുന്നതെങ്കിൽ പോലും അതിനെ നിസ്സാരമായിട്ട് കാണരുത് എന്നാണ്. സൗഹൃദങ്ങൾ നിലനിർത്താൻ വേണ്ടി എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് പരസ്പരം പങ്കുവെക്കുക എന്നതാണ് അതിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മുടെ വീട്ടിൽ എന്താണോ ഉള്ളത് അയൽവാസിയുടെ വീട്ടിൽ ചിലപ്പോൾ അത് ഉണ്ടാവില്ല. കുറച്ച് മുരിങ്ങ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് പങ്കുവെക്കുക, പപ്പായ ഉണ്ടെങ്കിൽ അത് പങ്കുവെക്കുക, തേങ്ങ ഇടുമ്പോൾ അപ്പുറത്ത് തേങ്ങ ഇല്ലെങ്കിൽ ഒരു 2-3 തേങ്ങ അങ്ങോട്ട് കൊടുക്കുക. ഇങ്ങനെ എന്താണോ നമ്മുടെ കയ്യിലുള്ളത് അത് കൊടുത്തുകൊണ്ട് അവരെ സന്തോഷിപ്പിക്കുക, സൗഹൃദങ്ങൾ ഊട്ടി ഉറപ്പിക്കുക എന്നത് റസൂല് പഠിപ്പിക്കുന്ന ഒരു പാഠമാണ്. അപ്പം അങ്ങനെ ഒരാൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ നിസ്സാരമായത് തരുമ്പോൾ ആ തരുന്ന ആളെ സന്തോഷിപ്പിക്കുക, അത് വളരെ സന്തോഷത്തോടു കൂടി സ്വീകരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. അപ്പം നിസ്സാരമായതാണ് എന്ന് കരുതി കൊടുക്കാതിരിക്കരുത്, കൊടുക്കണം എന്ന് മാത്രമല്ല നിസ്സാരമായത് കിട്ടുമ്പോഴും ആ തരുന്ന ആളുടെ മനസ്സിനെ
ആദരിക്കാനും ബഹുമാനിക്കാനും അയാളെ സന്തോഷിപ്പിക്കാനും ഒക്കെ നമ്മൾ ശ്രമിക്കണം എന്നതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ഒരു പാഠമായിട്ട് നമുക്ക് ഈ ഹദീസിൽ നിന്ന് കാണാൻ സാധിക്കും. ഖുർആൻ തന്നെ പഠിപ്പിച്ചതുപോലെ നിങ്ങൾ വൈദാ ഹുയ്യീതും ബിതഹിയ്യത്തിൻ ഫഹയ്യു ബി അഹ്സന മിൻഹ ഔ റുദ്ദൂഹ എന്ന് ഖുർആൻ പഠിപ്പിച്ചല്ലോ. അപ്പം അത് അഭിവാദ്യത്തെക്കുറിച്ച് നിങ്ങളെ ആരെങ്കിലും നല്ല രൂപത്തിൽ അഭിവാദ്യം ചെയ്താൽ നിങ്ങൾ അതിനേക്കാൾ മികച്ച രീതിയിൽ പ്രത്യഭിവാദ്യം ചെയ്യണം, അല്ലെങ്കിൽ തത്തുല്യമായ രൂപത്തിലെങ്കിലും അഭിവാദ്യം ചെയ്യണം എന്ന് ഖുർആൻ പഠിപ്പിച്ചതിൻ്റെ പൊതുവായ ആശയം പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് ഏത് കാര്യത്തിലും നമുക്ക് ഗുണകരമായ ഒരു കാര്യം ആരെങ്കിലും ചെയ്യുമ്പോൾ അതിനേക്കാൾ ഗുണകരമായ ഒന്ന് തിരിച്ചു കൊടുക്കാൻ, അല്ലെങ്കിൽ അതുപോലെ സമാനമായ എന്തെങ്കിലും ഒന്ന് തിരിച്ചു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കണം എന്നൊക്കെ പണ്ഡിതന്മാർ അതിനെ വെച്ചിട്ട് വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. അപ്പോൾ ഏതായാലും ഇതൊക്കെ സൗഹൃദ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാനും നമ്മുടെ വിനയം പ്രകടിപ്പിക്കാനും ഒക്കെയുള്ള ഓരോരോ വഴികളാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ സൗഹൃദ ബന്ധങ്ങളെ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടിയുള്ള ഈ സമ്മാനങ്ങൾ, അതുപോലെ തന്നെ എത്ര ചെറിയ ആള് നമ്മളെ ഒരു പരിപാടിക്ക് ക്ഷണിച്ചാലും അതിൽ പങ്കെടുക്കുക എന്ന നിലക്ക് നമ്മുടെ വിനയം, ഇതൊക്കെ ഈ ഹദീസിലൂടെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിക്കുന്ന പ്രധാനപ്പെട്ട പാഠങ്ങളാണ്. അതുകൊണ്ട് അഹങ്കാരം വെടിയുക, വിനയമുള്ള ആളുകളായിട്ട് മാറുക എന്നതാണ് ഇതിലെ മർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം. അപ്പോൾ ആ അർത്ഥത്തിൽ അഹങ്കാരം വെടിഞ്ഞുകൊണ്ട് വിനയമുള്ള ആളുകളായിട്ട് മാറാൻ അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. ഹദീസ് ഒരിക്കൽ കൂടി പറയാം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഇദാ ദുഈതു, ഞാൻ ക്ഷണിക്കപ്പെട്ടാൽ, ഇലാ ദിറാഇൻ, ഒരു ദിറാഇലേക്ക്, ഔ ഖുറാഇൻ, ഒരു ഖുറാഇലേക്ക് ഞാൻ ക്ഷണിക്കപ്പെട്ടാൽ, ല അജബ്തു, തീർച്ചയായിട്ടും ഞാൻ ആ ക്ഷണം സ്വീകരിക്കും. വലൗ ഉഹ്ദിയ ഇലയ്യ ദിറാഉൻ ഔ ഖുറാഉൻ, എനിക്കൊരു ദിറാഓ അല്ലെങ്കിൽ ഒരു ഖുറാഓ ആരെങ്കിലുമൊക്കെ സമ്മാനിച്ചാൽ, ല ഖബിൽതു, തീർച്ചയായിട്ടും ഞാനത് സ്വീകരിക്കുക തന്നെ ചെയ്യും. അപ്പം ഈ അർത്ഥത്തിലുള്ള ഒരു വിനയമാണ് നമുക്കുണ്ടാവേണ്ടത്. മറ്റുള്ള ആളുകൾ സമ്മാനം നൽകുമ്പോൾ അതിനെ, അവരുടെ മനസ്സിനെ ആദരിക്കുക, അവരുടെ ആ സ്നേഹത്തെ വിലമതിക്കുക. അങ്ങനെ നിസ്സാരമായ സമ്മാനങ്ങളെ പോലും വിലമതിക്കാൻ നമ്മൾ സന്നദ്ധരാവുക എന്ന് പറയുന്ന വലിയ ഗുണത്തെ സംബന്ധിച്ചാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ചെറിയ വചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ഉയരാനും വളരാനും വിനയമുള്ളവരായി മാറാനും അള്ളാഹു നമ്മളെല്ലാവരെയും സഹായിക്കുമാറാവട്ടെ. വആഖിറു ദുആഇ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.